ചൈനയിൽ നടന്ന ഒരു വിചിത്ര സംഭവമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാകുന്നത്. ഒരു താറാവിനെ അറക്കുന്നതിനിടെ അതിന്റെ വയറ്റിൽ നിന്ന് കണ്ടെത്തിയത് ഏകദേശം 1.6 ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വർണം. ചൈനയിലെ വുഹാൻ പ്രവിശ്യയിലെ ലോങ്ഹുയി കൗണ്ടിയിലാണ് ഈ അസാധാരണ സംഭവം നടന്നത്. സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് പുറത്തുവിട്ട റിപ്പോർട്ട് അനുസരിച്ച് ഫെബ്രുവരിയിലാണ് സംഭവം നടന്നത്. ലിയോ എന്ന വ്യക്തി വീട്ടിൽ വളർത്തിയിരുന്ന താറാവിനെ അറക്കുന്നതിനിടെയാണ് അതിന്റെ വയറ്റിനുള്ളിൽ അസാധാരണമായ ചില തിളങ്ങുന്ന കഷ്ണങ്ങൾ ശ്രദ്ധിച്ചത്. ആദ്യം അത് സാധാരണ കല്ലുകളോ മറ്റോ ആണെന്ന് കരുതിയെങ്കിലും സംശയം തോന്നിയ ലിയോ അത് പരിശോധിച്ചു. പരിശോധനയ്ക്ക് ശേഷം ആ കഷ്ണങ്ങൾ യഥാർത്ഥത്തിൽ സ്വർണമാണെന്ന് സ്ഥിരീകരിച്ചു. ചെറിയ കഷ്ണങ്ങളായി ഉണ്ടായിരുന്ന ഈ സ്വർണത്തിന് ഏകദേശം 10 ഗ്രാം ഭാരമുണ്ടെന്നും അതിന് ഏകദേശം 12,000 യുവാൻ അഥവാ ഏകദേശം 1.6 ലക്ഷം രൂപ വില വരുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ലിയോയുടെ കുടുംബം സ്വതന്ത്രമായി താറാവുകളെ വളർത്തുന്നവരാണ്. ഇവ പലപ്പോഴും ഗ്രാമത്തിനടുത്തുള്ള നദീതീരത്ത് ചെളിയിലും മണ്ണിലും ഭക്ഷണം തേടി നടക്കാറുണ്ട്. ഈ സമയത്താവാം താറാവ് സ്വർണ്ണ കഷ്ണങ്ങൾ വിഴുങ്ങിയതെന്ന് ലിയു കരുതുന്നു. കാരണം ഈ പ്രദേശത്തിലൂടെ ഒഴുകുന്ന ഷെൻഷൂയി നദി ഒരു കാലത്ത് സ്വർണ്ണ നിക്ഷേപങ്ങൾക്ക് പേരുകേട്ട നദിയായിരുന്നു. 1970 മുതൽ 1990 വരെ സ്വർണം കണ്ടെത്താമെന്ന പ്രതീക്ഷയിൽ നിരവധി ആളുകൾ ഈ നദീതീരത്തേക്ക് എത്താറുണ്ടായിരുന്നു. പിന്നീട് അധികാരികൾ ഈ പ്രദേശത്ത് സ്വകാര്യ സ്വർണ്ണ ഖനനം നിരോധിക്കുകയും ചെയ്തു. വിദഗ്ധർ പറയുന്നത് സ്വർണം മനുഷ്യ ശരീരത്തിനോ മൃഗങ്ങളുടെ ശരീരത്തിനോ ദഹിപ്പിക്കാനോ ആഗിരണം ചെയ്യാനോ കഴിയില്ല എന്നതാണ്. സാധാരണയായി അത് ദഹന വ്യവസ്ഥയിലൂടെ പുറത്തേക്ക് പോകും. എന്നാൽ വലിയ കഷ്ണങ്ങളോ ശുദ്ധീകരിക്കാത്ത സ്വർണമോ വിഴുങ്ങിയാൽ കുടൽ തടസ്സം പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതേസമയം ഈ പ്രദേശത്ത് മുൻപും സ്വർണം കണ്ടെത്തിയിട്ടുള്ളതായി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ വർഷം പോലും ഈ നദിയിൽ മണൽ കഴുകുന്നതിനിടെ ഗ്രാമവാസികൾ 10 ഗ്രാമിൽ കൂടുതൽ സ്വർണം കണ്ടെത്തിയതായി റിപ്പോർട്ടുണ്ട്. എന്തായാലും ഒരു സാധാരണ താറാവിനെ അറക്കുന്നതിനിടെ അതിന്റെ വയറ്റിൽ നിന്ന് ലക്ഷങ്ങൾ വില വരുന്ന സ്വർണം കണ്ടെത്തിയ സംഭവം ഇപ്പോൾ ലോകമെമ്പാടും വലിയ കൗതുകമായി മാറിയിരിക്കുകയാണ്.